ഈ ചൊവ്വാഴ്ച പൈസ കൊടുത്തു. ഭയങ്കര ഒരു സംഗതി, ഒരൊറ്റ ഒരു ഉറുപ്പിക കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഫീ മഖാമിന്ന ദിമാഅകും വഅംവാലകും ഹറാമുൻ അലൈക്കും ഫീ യൗമിനാ ഹാദാ ഫീ മഖാമിനാ ഹാദാ. അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. പറഞ്ഞിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ പറഞ്ഞു. ഇസ്രായേലി കാലഘട്ടത്തിൽ 2 വിശ്വാസികൾ ഉണ്ടായിരുന്നു. ഒരാൾ അയാൾക്ക് അവകാശപ്പെട്ടതല്ലാതെ എടുക്കാൻ പാടില്ല. ഈ നിയമം പറയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കഥ പറയാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറഞ്ഞു. ഇസ്രായേലി കാലഘട്ടത്തിൽ 2 വിശ്വാസികളായ ആളുകൾ ഉണ്ടായിരുന്നു. ഒരാളെ കയ്യിൽ നിന്നൊരു ഭൂമി വിലക്ക് വാങ്ങി. അങ്ങനെ ഭൂമി ഒരാൾ വിറ്റ്, ഒരാൾ വാങ്ങി, അതിന്റെ വിലയും കൊടുത്തു. പിന്നെ അയാള് ഭൂമിയിൽ ഇങ്ങനെ കൃഷി ചെയ്യുക. ഇങ്ങനെ ഭൂമിയിൽ കൃഷി ചെയ്ത് കലപ്പ കൊണ്ടുഴുത് കൃഷി ചെയ്യുമ്പോൾ പെട്ടെന്ന് അയാളുടെ കൃഷി ആയുധം ഒരു ഇരുമ്പ് പോലത്തെ ഒരു സാധനത്തിന്മേൽ തട്ടിയതുപോലെ അയാൾക്ക് തോന്നി. അങ്ങനെ അയാള് മൺവെട്ടി കൊണ്ടുവന്ന് അവിടെ മാന്തി നോക്കുമ്പോൾ ഒരു വലിയ പെട്ടി പുറത്ത് നോക്കുമ്പോൾ നിറയെ സ്വർണവും ജുവൽസും രത്നങ്ങളും സ്വർണങ്ങളും. അത്ഭുതപ്പെട്ടു പോയി. മനസ്സിലാവുന്നുണ്ട് ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. അതായത് ധനത്തിന്റെ ഓരോരുത്തരും അവരവർക്ക് അർഹതല്ലാത്തതല്ലാതെ എടുക്കരുത് എന്നതിന് തെളിവായിട്ട് റസൂലുള്ളാഹി പറയുന്ന സംഭവം അത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്രായേലി കാലഘട്ടത്തിൽ ഒരാളെ കയ്യിൽ നിന്ന് ഭൂമി വിലക്ക് വാങ്ങി കൃഷി ചെയ്യുക. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ഈ വിലക്ക് വാങ്ങിയ ആൾ ഇങ്ങനെ കലപ്പെടുത്ത് എവിടെയോ ഒന്ന് തട്ടിയതുപോലെ തോന്നി. മൺവെട്ടി എടുത്ത് മാന്തി അങ്ങനെ നോക്കുമ്പോൾ ഒരു പെട്ടി തുറന്നു നോക്കുമ്പോൾ ഇഷ്ടം പോലെ സ്വർണവും ജുവൽസും പാതിമനോ കണ്ണഞ്ചി പോയി. ഒരു സെക്കൻഡ് കണ്ണഞ്ചിപ്പോൾ ഇപ്പോഴെങ്കിലും അടുത്ത സെക്കൻഡിലേക്ക് ബോധോടെയും വന്നു. പെട്ടി അടച്ചു, കൃഷി നിർത്തി, തൊഴിലേറ്റി. അപ്പോഴത്തിന് അയാള് ഭൂമി വാങ്ങിയ ആൾ വളരെ ദൂരത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഈ പെട്ടിയും ചുമന്ന് അയാളടുത്തേക്ക് പോയി. എന്നിട്ട് അയാളെ വീട്ടുവാതിൽക്കൽ കൊണ്ടുപോയി പെട്ടി വച്ചു. ഈ ഹദീസ് ബുഖാരിയിൽ. അയാളുടെ വീട്ടുവാതിൽക്കൽ കൊണ്ടുപോയി പെട്ടി വച്ചു. പെട്ടി തുറന്നു കാണിക്കുകയും ചെയ്തു. നിറയെ സ്വർണവും നിറയെ രത്നവും. എന്തതെന്ന് ചോദിച്ചു അയാൾ ഭയങ്കര വിശ്വാസിയാ, ഇയാൾ ഭയങ്കര മുമ്പിന, അയാൾ വലിയ മുമ്പിന. അപ്പോൾ കർഷകൻ പറഞ്ഞു, ഇത് നിങ്ങളെ ഭൂമിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്, ഇത് ഇന്റേതല്ലല്ലോ, ഇതിനുള്ള വിലയൊന്നും നമ്മൾ തന്നിട്ടില്ലല്ലോ, ഞാൻ കൃഷിയുടെ ഭൂമിയല്ലേ വാങ്ങിയത്, അപ്പോൾ അതിനല്ലേ എനിക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇതിനുള്ള പൈസ ഒന്നും ഞാൻ തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് എന്റേതല്ല, എടുത്തോളൂ പറഞ്ഞു. അയാൾക്ക് അത്ഭുതമായി. അയാൾ പറഞ്ഞു, എന്റേതല്ല, എനിക്കെടുക്കാൻ പറ്റില്ല, ഞാൻ എടുക്കൂല. അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കമായി. എനിക്ക് വേണമെന്നല്ല തർക്കം, ഞാൻ എടുക്കൂല. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. വിശ്വാസികൾ, മുഅ്മിനീങ്ങളായ ആളുകൾ മറ്റൊരാളുടെ ഒരു ഫിൽസിൽ കൈവക്കില്ലാണ്. ഉദാഹരണം പറയാ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. എനിക്ക് വേണ്ട, ഞാൻ ഇതിനൊന്നും മാത്രമല്ല ഭൂമി വില വാങ്ങിയിട്ടില്ല, ഞാൻ കൃഷിഭൂമിയാ വാങ്ങിയത്, ഇതിന്റെ അവകാശമല്ല എന്നൊരാൾ. അത് ഞാനറിയില്ല, ഞാനൊരു പെട്ടി അങ്ങനെ കുഴിച്ചിട്ടിട്ടില്ല, എനിക്കറിയില്ല, എനിക്കത് വാങ്ങാൻ പറ്റില്ല എന്ന് മറ്റേ ആള് തർക്കമായി. അവസാനം ഗ്രാമമുഖ്യന്റെ അടുത്തേക്ക് പെട്ടിയും കൊണ്ടുപോയി. ഗ്രാമമുഖ്യനും ഭയങ്കര സാലിഹായ മനുഷ്യനായിരുന്നു. അയാളും ബേജാറായി. എന്താ തീരുമാനം പറയാം, എനിക്കാണെന്ന് പറയുകയാണെങ്കിൽ പകുതിയും അങ്ങോട്ടും ഇങ്ങോട്ടും 50-50 ആക്കിയിട്ട് സ്ഥലത്ത് ഇതെന്ത് ചെയ്യും? രണ്ടാമതും പറഞ്ഞു, എനിക്ക് വേണ്ട എന്ത് ചെയ്യും? കോടാനക്കോടി ദിനാറിന്റെ വിലയുള്ള സാധനം എന്ത് ചെയ്യും? അവസാനം പെട്ടി വാങ്ങി വെച്ചിട്ട് ഗ്രാമമുഖ്യൻ പറഞ്ഞു, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, പോയിക്കോളൂ പറഞ്ഞു. ഗ്രാമമുഖ്യൻ ഈ രണ്ടാളെ പറ്റി അന്വേഷിക്കുമ്പോൾ ഒരാൾക്കൊരു ആൺകുട്ടിയുണ്ട്, ഒരാൾക്കൊരു പെൺകുട്ടിയുണ്ട്. അതാണ്, ഒരാൾക്ക് ഒരു മകനാണ്, ഒരാൾക്കൊരു മോളുമാണ്. ഗ്രാമമുഖ്യൻ എന്ത് ചെയ്തു? ഇവർ രണ്ടാളും അറിയാതെ മെല്ലെ കല്യാണാന്വേഷണം നടത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ കല്യാണാന്വേഷണം ഇവർ രണ്ടാളും വിശ്വാസം ഉറപ്പല്ലേ, കാരണം ഇവർ രണ്ടാളും മുഅ്മിനാണെന്നും മക്കൾ നല്ലവരാണെന്നും രണ്ടാൾക്കും ഉറപ്പാണ്. അങ്ങനെ ഗ്രാമമുഖ്യന്റെ നേതൃത്വത്തിൽ വിവാഹം നടന്നു. വിവാഹം നടന്ന സദസ്സിലേക്ക് പെട്ടി കൊണ്ടുവന്നിട്ട് രണ്ടാൾക്കും വിവാഹ സമ്മാനമായിട്ട് ഗ്രാമമുഖ്യൻ ഈ പെട്ടി അങ്ങോട്ട് കൊടുത്തു. ഒന്നും പറയാൻ എല്ലാവർക്കും രണ്ടാക്കുമായി. ഇത് തന്നെ പരിഹാരം. ഇത് ഗ്രാമമുഖ്യൻ സമ്മാനമായി, വിവാഹ സമ്മാനമായി കൊടുത്തു എന്ന് പുണ്യനബി. അതാണ് ഒരാളെ ധനത്തിൽ ഒരാൾ കൈവക്കുന്നതിലുള്ള വിഷയം. അതാ അത്രയും ഗൗരവമാണത്. ഒരു കാരണവശാലും കൊടുക്കില്ല, അത് അത്രയും പ്രയാസം. അപ്പൊ ചുരുക്കത്തിൽ വളരെ ഗൗരവമായി നമ്മൾ ഇത് ചിന്തിക്കണം. ഇത് വളരെ ഗൗരവമായ സംഗതിയാണ്. ഇന്ന് ഇത് ചൂടാട്ടം ഒരിക്കലും ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല.
ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. പൗരാണിക അറേബ്യ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാഹചര്യമായി. എങ്ങനെയെങ്കിലും ഒരാളുടെ ധനം മറ്റൊരാൾ അപഹരിക്കുക, അതിനുവേണ്ടി ഓടി നടക്കുന്ന കാലമായിരുന്നു. ആരെയും കിട്ടിയില്ലെങ്കിൽ അഹ്യാനൻ നജൂറു അലാ അഖീന, ഞങ്ങൾ സഹോദരന്റെ ധനമെങ്കിലും അപഹരിക്കുമായിരുന്നു. ഒരു പാട്ടുപാടിയതാണ്. ആരെ കിട്ടിയില്ലെങ്കിൽ സ്വന്തം സഹോദരന്റെ ധനമെങ്കിലും ഞങ്ങൾ അപഹരിക്കും. വഹ്യാനൻ നജൂറു അലാ അഖീന ഇദാ ലം നജിദ് ഇല്ലാ അഖാന. വളരെ ചിന്തിക്കണം. എങ്ങനെയെങ്കിലും കൈമോശിക്കും. വാത് വെച്ച് പാട്ട് പാടുന്നവരുണ്ടായിരുന്നു. ആ വാത് വെച്ച് പാട്ട് പാടുന്നവർക്കെതിരെയാണ് ഖുർആനിൽ ഏറ്റവും വലിയ ഭീഷണിയുടെ അധ്യായം വന്നത്. സൂറത്തു തകാസുർ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. നിങ്ങൾ വിവരം അറിയും. വാത് വെച്ചവര് കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നവർ വാത് വെച്ച് പാട്ട് പാടും നേരം വെളുത്താൽ. എന്നിട്ട് ഒരാളെ പിന്നിലാക്കും, വാത് വെച്ച് പാട്ട് പാടും. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറൗന്നൽ ജഹീം. വാത് വെച്ച് പാട്ട് പാടുക, എന്നിട്ട് വാക്കിൽ തോപ്പിക്കുക, അപഹരിക്കുക, ഇതൊക്കെ ആ കാലഘട്ടത്തിന്റെ രീതിയായിരുന്നു. അതുകൊണ്ടാണ് ലതറൗന്നൽ ജഹീം, നരകത്തെ നിങ്ങൾ നേരിട്ട് കാണേണ്ടി വരും എന്ന് വിശുദ്ധ ഖുർആൻ അവരെ താക്കീത് ചെയ്തത്. വേറെയും അധ്യായം കാണാം. വൽആദിയാത്തി ലബ്ഹ ഫൽമുരിയാത്തി ഖദ്ഹ ഫൽമുഗീറാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂൻ وإنه على ذلك لشهيد وإنه لحب الخير لشديد. തന്റെ നേട്ടത്തിന് വേണ്ടി വലിയ ആഗ്രഹമുള്ളവൻ, അതിനുവേണ്ടി ഏത് മടിയും ഏത് കാര്യവും നേരം വെളുക്കുമ്പോൾ കണക്കാക്കിയിട്ട് കൊള്ള ചെയ്യാൻ വേണ്ടി പോകും. അറബ് നോട്ടിന്റെ സ്വഭാവം അങ്ങനെയാണ്. നട്ടപ്പാതിരൊക്കെ കുതിരയെയും കൊണ്ട് കൊള്ള ചെയ്യാൻ വേണ്ടി പോകും. കുതിരയുടെ പുറത്തിരുന്നിട്ട് കുതിരയുടെ രണ്ട് പാർശ്വങ്ങളിലും ചവിട്ടിയിട്ട് കുതിരയെ ഓടിക്കും. കുതിരയുടെ കാലിങ്ങനെ കുളമ്പിൽ തട്ടിയിട്ട് ചിന്നിച്ചിതറും. അത്രയും തീപാറും, അത്രയും. അതാണ് അതാണ് കിതച്ചോടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഈ സാധുക്കളായ ജീവികളെ കൊള്ളക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, ഒരു അറേബ്യൻ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുക. എന്തിന്? ഈ സാധുക്കൾക്കറിയില്ല ഈ യജമാന് വഴിപ്പെടുക, ഈ തന്നെ കൈവശം വെച്ച ഈ മനുഷ്യന് വഴിപ്പെടുകയാണ് സത്യത്തിൽ ഈ കുതിര ചെയ്യുന്നത്. അത് കിതച്ചോടുകയാണ്. എങ്ങോട്ടാ? മറ്റുള്ളവനെ അപഹരിക്കാൻ വേണ്ടി പോവാ. ഓട്ടത്തിന്റെ ശക്തി കൊണ്ട് കുളമ്പ് കല്ലിൽ തട്ടിയിട്ട് തീ പാറുന്നുണ്ട്. അത്രയും ഇതിന് മനസ്സിലാക്കാൻ രാത്രിയാണ് ഓടിക്കുന്നത്. തീ പാറുന്ന അടയാളം പ്രത്യക്ഷമാകണമെങ്കിൽ രാത്രി തന്നെ ആവണം. തീ ഇങ്ങനെ പാറുന്നുണ്ട്, അത്രയും സ്പീഡിൽ ഓടുകയാണ്. പ്രഭാത നേരങ്ങളിൽ കവർച്ചക്ക് വീഴുന്നവരെ തന്നെയാണ് സത്യം. ഒരു പ്രത്യേക ഗോത്രത്തെ ടാർഗറ്റ് ചെയ്ത് പോവാ. എന്തിന്? അതായത് ഈ കൊള്ള ഭയങ്കര രസമാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണെങ്കിൽ